നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. വീണ്ടും നാടുകടത്തൽ. അയർലൻഡിൽ നിന്നും 33 പേരെ നാടുകടത്തി. പോളിഷ് ലിത്വാനിയൻ പൗരന്മാർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത്. ജീവൻ നഷ്ടമായത് 16 പേർക്ക്. അയർലൻഡിൽ കഴിഞ്ഞ വർഷം വീടുകളിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് ജീവൻ നഷ്ടമായത് 16 പേർക്ക്. മരിച്ചവരിൽ 75% പേരും ഒറ്റയ്ക്ക് താമസിച്ചവർ. ഡബ്ലിനിൽ മോട്ടോർ ബൈക്ക് ഇടിച്ച് കൗമാരക്കാരിക്ക് ദാരുണാന്ത്യം. 16 വയസ്സുള്ള കുട്ടിയാണ് മരിച്ചത്. തൊഴിലവസരം വർദ്ധിച്ചു. എന്റർപ്രൈസ് അയർലൻഡ് പിന്തുണയ്ക്കുന്ന കമ്പനികളിലെ തൊഴിലവസരങ്ങളിൽ വർധനവ്. കഴിഞ്ഞ വർഷം കമ്പനികളിൽ 2938 തൊഴിലവസരങ്ങളാണ് പുതുതായി സൃഷ്ടിക്കപ്പെട്ടത്. കേക്ക് ഉൽപ്പന്നം തിരിച്ചു വിളിച്ചു. അയർലൻഡിലെ ലിറ്റിൽ സ്റ്റോറുകളിൽ നിന്നും പ്രമുഖ കേക്ക് ഉൽപ്പന്നം തിരിച്ചു വിളിച്ചു. പാക്കേജിംഗിലെ പിഴവിനെ തുടർന്നാണ് നടപടി. ഡബ്ലിനിൽ കൗമാരക്കാരിയുടെ മരണത്തിന് കാരണമായ ബൈക്ക് അപകടത്തിൽ യുവാവ് കസ്റ്റഡിയിൽ. പ്രതിയെ ചോദ്യം ചെയ്യുന്നു. അയർലൻഡിൽ കൃഷിയിടത്തിൽ അപകടം. കൗണ്ടി ലിമറിക്കിൽ കൃഷിസ്ഥലത്ത് അപകടം. സംഭവത്തിൽ 30 വയസ്സുള്ള കർഷകൻ മരിച്ചു. സ്റ്റേഷൻ അടിച്ചു തകർത്തു. അത്ലോൺ പോലീസ് സ്റ്റേഷന് നേരെ ആക്രമണം. 30-കാരൻ പിടിയിൽ. 60-കാരി മുങ്ങി മരിച്ചു. കൗണ്ടി ഡൌണിൽ ബീച്ചിൽ 60-കാരി മുങ്ങി മരിച്ചു. ഹെലൻസ് ബീച്ചിലായിരുന്നു സംഭവം. നേതാവ് പിടിയിൽ. ഡബ്ലിൻ വിമാനത്താവളത്തിൽ കുപ്രസിദ്ധ ക്രിമിനൽ സംഘത്തിന്റെ നേതാവ് പിടിയിൽ. ദി ഫാമിലി എന്ന ക്രിമിനൽ സംഘത്തിന്റെ നേതാവായ 40-കാരനാണ് അറസ്റ്റിലായത്. ആശംസകളുമായി ചൈന. 77ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഇന്ത്യക്ക് ആശംസകൾ നേർന്ന് ചൈന. ഇന്ത്യയും ചൈനയും സുഹൃത്തുക്കളെന്ന സന്ദേശത്തിൽ ഷീ ജിൻപിങ്. ഇസ്ലാമാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളം ഏറ്റെടുക്കാനുള്ള പദ്ധതി ഉപേക്ഷിച്ച് UAE. പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ ഇന്ത്യ സന്ദർശനത്തിന് പിന്നാലെയാണ് പദ്ധതി ഉപേക്ഷിച്ചത്. ബദരിനാഥ്, കേദാർനാഥ് ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെ അഹിന്ദുക്കളെ വിലക്കാൻ ക്ഷേത്ര കമ്മിറ്റി. അടുത്ത ബോർഡ് മീറ്റിംഗിൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കും. ജമ്മു കാശ്മീരിൽ നുഴഞ്ഞുകയറാൻ ശ്രമിച്ച പാക് ഭീകരനെ വധിച്ച് BSF. സാംബ ജില്ലയിലെ ഇൻഡോ പാക് അന്താരാഷ്ട്ര അതിർത്തിയിലായിരുന്നു സംഭവം. ഫണ്ട് തിരിമറിയെക്കുറിച്ച് വെളിപ്പെടുത്തിയ V കുഞ്ഞികൃഷ്ണനെ പുറത്താക്കി CPM. ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. കോട്ടയം പാമ്പാടിയിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ജീവനൊടുക്കി. വെള്ളൂർ സ്വദേശിനി ബിന്ദുവും ഭർത്താവ് സുധാകരനുമാണ് മരിച്ചത്. ബഹിഷ്കരിക്കാൻ പാകിസ്ഥാൻ. T20 ലോകകപ്പിൽ ഇന്ത്യക്കെതിരായ മത്സരം പാകിസ്ഥാൻ ബഹിഷ്കരിച്ചേക്കും. ബംഗ്ലാദേശിനെ ഒഴിവാക്കിയ ICC നടപടിയിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം. ജയിച്ച് കേരളം. CK നായിഡു ട്രോഫിയിൽ ജമ്മു കാശ്മീരിനെ പരാജയപ്പെടുത്തി കേരളം. 88 റൺസിനാണ് കേരളത്തിന്റെ ജയം. കാലാവസ്ഥ മോശമാകും. അയർലൻഡിൽ വരും മണിക്കൂറുകളിൽ മോശം കാലാവസ്ഥ. ശക്തമായ പേമാരിയും കാറ്റും മഞ്ഞുവീഴ്ചയും ഉണ്ടാകും. നേരിയ മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ ചൊവ്വാഴ്ച നേരിയ മഴയ്ക്ക് സാധ്യത. ബുധനാഴ്ച മുതൽ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടും. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.